അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമകാലത്ത് ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു വിചാരണയാണ്, ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ന്യായത്തിൻ്റെയും നീതിയുടെയും എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ഒരു ജനതയെ, അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ ഇടതടവില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും അവിടുത്തെ ഭരണാധികാരിയും സൈന്യവും ചേർന്ന് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാട് ശവപ്പറമ്പാക്കി അവിടെ തങ്ങളുടെ ജനങ്ങളെ കുടിയിരുത്തുവാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമവുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ക്യാമ്പസുകളും കലാലയങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെറ്ററോ നോർമറ്റീവായിട്ടുള്ള, അഥവാ ഒരാണും പെണ്ണും ചേർന്ന് സാമൂഹികമായിട്ടുള്ള അംഗീകാരത്തോടു കൂടി ഉണ്ടാകേണ്ട കുടുംബ സംവിധാനം, ദാമ്പത്യ ജീവിതം അതില്ലാതെയാക്കി കിയർ നോർമറ്റീവായിട്ടുള്ള LGBTQ+++ എന്ന് പറഞ്ഞ് ചില ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിൻ്റെ പേര് പറഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആരും ആണോ പെണ്ണോ ആയിട്ടല്ല, മറിച്ച് അവരുടെ മനോഭാവമാണ്, അവരെ ആണായിട്ടോ പെണ്ണായിട്ടോ, അതല്ല ഇനി അവർക്ക് അവരുടെ കാമപൂർത്തീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് മൃഗരതിയിലൂടെയാണെങ്കിൽ അങ്ങനെയുമാകാം എന്ന നിലയിലുള്ള ഉദാര ലൈംഗികതയുടെ തീർത്തും അരാജകത്വം പടർന്ന് പന്തലിച്ച ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുമ്പോൾ, മറുഭാഗത്ത് വിശ്വാസത്തിൻ്റെ മറവിൽ സാമ്പത്തികമായും ലൈംഗികമായിട്ടുമുള്ള ചൂഷണം, അഭ്യസ്തവിദ്യരെന്നും പ്രബുദ്ധരെന്നും പറയുന്ന കേരളത്തിൽ കൂടോത്രത്തിൻ്റെയും മാരണത്തിൻ്റെയും ഒക്കെ പേരിൽ നരബലി പോലും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് ഏറെ പ്രവർത്തിക്കാനുണ്ട്, ഏറെ ഇടപെടലുകൾ നടത്താനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഇത്തരത്തിലുള്ള വിചാരണകളും ബോധവൽക്കരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ വിസ്മയ പ്രപഞ്ചത്തെ മനുഷ്യന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട്, മനുഷ്യനെ തന്നെയും അവന് മുന്നിൽ വെച്ചുകൊണ്ട് പ്രപഞ്ചനാഥൻ ആലോചിക്കാനും ചിന്തിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് അവനെ അറിയാനും മനസ്സിലാക്കുവാനുമാണ് ദൈവിക ദർശനത്തിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. നാം ജീവിക്കുന്ന ഭൂമിയുടെ സവിശേഷതകൾ നമുക്കറിയാം. ഏതാണ്ട് 87 ലക്ഷം ജീവിവർഗങ്ങൾ, മനുഷ്യനുൾപ്പെടെ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും ജീവിക്കാവുന്ന തരത്തിൽ
ഈ ഭൂമിയെ സൗകര്യപ്പെടുത്തുന്നു. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്ററാണെന്നാണ് പറയുന്നത്. ആ അകലത്തിൽ നിന്ന് ഒരിത്തിരി അപ്പുറത്തേക്ക് പോയാൽ ഈ ഭൂമി കത്തിച്ചാമ്പലാകും. അല്ല, ഇപ്പുറത്തേക്ക് വന്നാൽ തണുത്തുറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത പരുവത്തിലായി മാറും. അപ്പോൾ ഇത്ര കൃത്യമായ, ഇത്രമാത്രം പ്ലാൻഡായിട്ടുള്ള ഒരു സംവിധാനം, അത് സ്വയംഭൂവാണ് എന്ന് പറയുന്നവൻ്റെ തലയിൽ വെളിവില്ല എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ വിസ്മയ പ്രപഞ്ചത്തിൻ്റെ വിധാതാവിനെ, അതിൻ്റെ ശില്പിയെ, സൃഷ്ടാവിനെ, അവൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവരെക്കുറിച്ച് ബുദ്ധിയുള്ളവർ, യുക്തിവാദികൾ എന്ന് പറയേണ്ടതിന് പകരം ഈ യുക്തിഭദ്രമായിട്ടുള്ള മഹാസത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ യുക്തിവാദികളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ വായിച്ചാൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവനു മാത്രം അത് അർഹതപ്പെട്ടതാണ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്കാകാൻ പാടില്ല എന്നതൊക്കെ വളരെ യുക്തിഭദ്രമായ രൂപത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഉപമകളിലൂടെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. നാം ഏറെ കേട്ടിട്ടുള്ളതും പലയാവർത്തി നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതുമായ ഒരായത്താണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ മനുഷ്യരെ, ആ സംബോധനയിൽ തന്നെ ഒരു വല്ലാത്ത സുഖമുണ്ട്. വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ടുള്ളൊരു വിളിയാണ്. ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും. നിങ്ങളെ സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിട്ടുള്ളവനാരോ, സൃഷ്ടികർമ്മം നടത്തിയിട്ടുള്ളവനാരോ, സൃഷ്ടാവാരോ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ. ഈ ആരാധനകൾ എന്ന് പറയുന്നത് നിങ്ങളെ പരിവർത്തിപ്പിക്കുവാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെ വിമലീകരിക്കുവാനും വിശുദ്ധമാക്കുവാനും, നിങ്ങളെ ഒരു സംസ്കാരമുള്ള മനുഷ്യനാക്കി മാറ്റുവാനുമുള്ളതാണ്. എന്തുകൊണ്ടാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനായി മാറിയത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ. ഭൂമിയെ ഒരു കുഞ്ഞിനെ തൊട്ടിലുപോലെ, വിരിപ്പ് പോലെ വാസയോഗ്യമാക്കി തന്നവനാകുന്നു അവൻ. വസ്സമാഅ ബിനാഅ. ആകാശത്തെ ഒരു എടുപ്പ് പോലെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഉൽക്കകൾ, അതല്ലെങ്കിൽ ചെറുഗ്രഹങ്ങൾ, അവയെയൊക്കെ പിടിച്ചു വലിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ ഒരു അയൽഗ്രഹമായി ജൂപ്പിറ്ററിനെ നിശ്ചയിച്ചത്, അത് തീർത്തും യാദൃശ്ചികമായി സ്വയംഭൂവായി ഉണ്ടായിട്ടുള്ളതല്ല. അതിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് അല്ലാഹ്. അതുകൊണ്ട് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതിനുള്ള യോഗ്യത അവനു മാത്രമാണുള്ളത്. അങ്ങനെ മുകളിൽ നിന്നവൻ വെള്ളമിറക്കി തരികയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കായ്കനികൾ, ഫലങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ഒക്കെ ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ
വഅൻതും തഅലമൂൻ. ഇത്രമാത്രം വ്യവസ്ഥാപിതമായ ഈ സംവിധാനങ്ങൾ ഒരുക്കിയ, സൃഷ്ടികർമ്മം നടത്തിയ, നിങ്ങൾക്കിവിടെ ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന ആ പ്രപഞ്ചനാഥന് തുല്യനായിട്ടൊരാളെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുവാൻ പാടില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു ആരാധിക്കപ്പെടേണ്ടത് എന്ന കാര്യം ഖുർആൻ ഒന്നല്ല പല സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശംസ വൽ ഖമർ. പകലിൽ രാത്രിയെ പ്രവേശിപ്പിച്ചതവനാണ്, രാത്രിയിൽ പകലിനെ പ്രവേശിപ്പിക്കുന്നതവനാണ്. രാവും പകലും മാറി മാറി വരുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി അവനാണ്. വസഖറ അശംസ വൽ ഖമർ. സൂര്യനും ചന്ദ്രനും അവന്റെ അധീനതയിലാണ്. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ. എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ യാതൊരു വിധത്തിലുള്ള കൂട്ടിമുട്ടലുകളും കൂടാതെ അവയുടെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നിശ്ചിത അവധി വരെ നിലനിൽക്കും. എന്നിട്ട് അല്ലാഹു പറയാ, ദാലികുമുല്ലാഹു റബ്ബുക്കും. ഈ സംവിധാനങ്ങൾ ഒരുക്കിയ അവനാണ് നിങ്ങളുടെ നാഥൻ. ആ അള്ളയാണ് നിങ്ങളുടെ യജമാനൻ. യജമാനനെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാ, ലഹുൽ മുൽക്ക്. അവനാകുന്നു ആധിപത്യം, ആ യജമാനാകുന്നു ആധിപത്യം. അതുകൊണ്ട് അവന് മുന്നിൽ മാത്രം നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കുക, പ്രാർത്ഥനകൾ സമർപ്പിക്കുക, ആവലാദികൾ ബോധിപ്പിക്കുക. എന്തുകൊണ്ട്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ ആവലാതി പറയുന്നവർ, നിങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കപ്പെടുന്നവർ, അങ്ങനെയുള്ള ശക്തികൾ അവർ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്ത ശക്തികളോടാണ്, കേന്ദ്രങ്ങളോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, അവരെയാണ് നിങ്ങൾ ഉപാസിക്കുന്നത്, അവരെയാണ് നിങ്ങൾ പൂജിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയാ, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും. നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ, അവരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ, അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ആരാധനകൾ സമർപ്പിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടിയല്ലേ? കാര്യസാധ്യത്തിന് വേണ്ടിയല്ലേ? ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടിയല്ലേ? എങ്കിൽ അത് കിട്ടില്ല. ഖുർആൻ വളരെ കൃത്യമായി പറയാം. അല്ലാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികളെ ആരാധിക്കുകയാണെങ്കിൽ, അവന്റെ സൃഷ്ടികളെ പൂജിക്കുകയാണെങ്കിൽ, അവന്റെ സൃഷ്ടികളെ ഉപാസിക്കുകയാണെങ്കിൽ, അവർക്ക് മുമ്പിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുകയാണെങ്കിൽ ഉത്തരം ലഭിക്കില്ല. ഖുർആനാ. ഇതിന്റെ വിശദീകരണത്തിന് ഒരു കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാകുന്ന ശൈലിയിൽ വളരെ കൃത്യമായി വ്യക്തമായി അല്ലാഹു പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെ വിളിക്കുകയാണെങ്കിൽ, അവരെ ആരാധിക്കുകയാണെങ്കിൽ, അവരോട് കാര്യസാധ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് എങ്കിൽ ഉത്തരം ലഭിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. പുനരുദ്ധാന നാളിൽ നിങ്ങളുടെ ഷിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഖുർആൻ വളരെ കൃത്യമായി പറയാം, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അതിന് മിക്ക തഫ്സീറുകളും കൊടുത്ത വിശദീകരണം എന്താ? യജ്ഹദൂന അന്നക്കും അബത്തുമൂഹും. അവർക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള ഇബാദത്തുണ്ടല്ലോ, ആരാധനയുണ്ടല്ലോ, ആ ആരാധനയെ അവർ നിഷേധിക്കും. മാത്രമല്ല, ഖുർത്തുബി ഉൾപ്പെടെയുള്ള തഫ്സീറുകളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്,
ഈ മഅ്ബൂദുകൾ, ആരാധിക്കപ്പെടുന്നവർ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ, ഉപാസിക്കപ്പെടുന്നവർ, അവരുടെ കൂട്ടത്തിൽ മലായിക്കത്ത് പെടും, ജിന്ന് പെടും, അംബിയാ പെടും, ശയാത്തീൻ പെടും. അപ്പോൾ ഈ ആയത്തിന്റെ ആശയമായി നാം മനസ്സിലാക്കേണ്ടത് എന്താ? അല്ലാഹുവിന് പുറമെ അംബിയായിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മലായിക്കത്തിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ശൈത്താന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം ലഭിക്കുകയില്ല. ജിന്നിനെ ആരാധിച്ചാൽ, ജിന്നിനെ പൂജിക്കുന്ന ആളുകൾക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട്? ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും. അപ്പോ ജിന്നിനെ ആരാധിക്കുന്ന ആളുകൾക്ക്, ജിന്നിനെ പൂജിക്കുന്ന ആളുകൾക്ക്, പിശാചിനെ ആരാധിക്കുന്ന ആളുകൾക്ക്, പിശാചിനെ പൂജിക്കുന്ന ആളുകൾക്ക് ആ പിശാചുക്കൾ ഉത്തരം ചെയ്യുമോ? സഹായിക്കുമോ? ഉപകാരം ചെയ്യുമോ? അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് കുഫ്റ. അതിലെന്താ തർക്കോ? അതിലെന്താ സംശയോ? മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് ഇബാദത്തെടുക്കുകയാണ്, അവരെ പൂജിക്കുകയാണ്, അവരെ ആരാധിക്കുകയാണ്, അവർക്ക് മുമ്പിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുമോ? അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ തൊബരി ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ഉപകാരവും അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്നതിലൂടെ ലഭിക്കുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ളുറ് വരുത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള ശേഷിയും കരുത്തും അവർക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഉപകാരവും കിട്ടില്ല, ഒരു ഉപദ്രവവും വരുത്തുവാൻ കഴിയില്ല അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്നതിലൂടെ. അപ്പോൾ മരണപ്പെട്ടുപോയ മഹാത്മാക്കളെ വിളിച്ചപേക്ഷിക്കുകയോ അവർക്ക് ഇബാദത്തെടുക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് അതുകൊണ്ടൊരു ഫലവും ലഭിക്കുകയില്ല, ഒരു നേട്ടവും ലഭിക്കുകയില്ല. മാത്രമല്ല, നാളെ പുനരുത്ഥാന നാളിൽ ഇവർ ആരെയാണോ വിളിച്ചപേക്ഷിച്ചത്, ആരോടാണോ പ്രാർത്ഥിച്ചത്, ആ ആളുകൾ ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ നേർച്ച വഴിപാടുകളെ നിഷേധിക്കുക തന്നെ ചെയ്യും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു തന്ന കാര്യമാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞെന്താ? വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അല്ലാഹുവിനെ പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്ന അല്ലാഹുവിനെ പോലെ നിനക്കിതാരും അറിയിച്ചു തരില്ല. അപ്പൊ അല്ലാഹു അറിയിച്ചു തന്ന ഒരു സംഗതി ഇനി അത് മുമ്പാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. വളരെ വ്യക്തമായി ഖുർആനിന്റെ ഒറ്റ വായനയിലൂടെ തന്നെ മനസ്സിലാകുന്ന സത്യമാകുന്നു അത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആളുകളെ മഹാത്മാക്കളിലേക്ക്, ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക്, പരേതാത്മാക്കളിലേക്ക്, പിശാചുക്കളിലേക്ക്, മന്ത്രവാദികളിലേക്ക്, ജ്യോത്സ്യന്മാരിലേക്ക്, മാരണക്കാരിലേക്ക്, കൂടോത്രക്കാരിലേക്ക് കൊണ്ടുപോകുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ എന്നുള്ളത് മുശ്രിക്കുകളെ സംബന്ധിച്ച് മാത്രം പറഞ്ഞ കാര്യങ്ങളല്ല ഖുർആനിലുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ പലപ്പോഴും വിശുദ്ധ ഖുർആനിലെ അവരുമായി ബന്ധപ്പെട്ട പല വിശ്വാസരംഗത്തുണ്ടായിട്ടുള്ള ജീർണതകളെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആയത്തുകൾ സമകാലത്ത് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിം സമൂഹത്തിന് മുന്നിൽ നമ്മൾ വായിക്കുമ്പോൾ പറയും അത് നമുക്ക് ബാധകമല്ല, അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ. ഇപ്പൊ ഖുർആൻ പറഞ്ഞു, മാ ജഅലല്ലാഹു മിൻ ബഹീറ വലാ സായിബ വലാ വസീല വലാ ഹാം. അത് അവർക്കിടയിൽ നിലനിന്നിരുന്ന ചില നേർച്ചക്കൂറ്റന്മാരുടെ പേരാണ്. ബഹീറത്ത് പല അഭിപ്രായങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില അഭിപ്രായം, ബഹീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം 5 പ്രസവം കഴിഞ്ഞാൽ പിന്നെ അതിനെ ദൈവങ്ങൾക്കായിട്ടൊഴിഞ്ഞിടും. അതിൻ്റെ അടയാളമായിട്ട് അതിൻ്റെ കാതിങ്ങനെ കീറും. പിന്നീട് ഈ ഒട്ടകത്തിൻ്റെ പാല് കറക്കില്ല. ഇങ്ങനെ നേർച്ചയാക്കപ്പെടുന്ന മൃഗം
ഇത് അല്ല നിശ്ചയിച്ച പരിപാടിയല്ല, ഇത് ആളുകൾ ഉണ്ടാക്കിയ ഏർപ്പാടാണ്. ഖുർആൻ പറഞ്ഞു വലാ സായിബ. അതുപോലെ രോഗശമനം പോലെയുള്ളതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തു ചെയ്യും, ദൈവങ്ങൾക്കായിട്ട് ചില മൃഗങ്ങളെ നേർച്ചയാക്കി വിടും. എന്നിട്ട് ഈ ഒട്ടകങ്ങൾ യഥേഷ്ടം മേഞ്ഞു നടക്കും. ആരും അതിനെ ചോദ്യം ചെയ്യില്ല, ആരും അതിനെ തടയില്ല. അങ്ങനെ വന്നിരുന്ന ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു നേർച്ചക്കൂറ്റന്റെ പേരാണ് സായിബ. വല വസീല. ഒരു ആട് ആദ്യ പ്രസവത്തിൽ തന്നെ ആണിനെയും പെണ്ണിനെയും പ്രസവിച്ചാൽ അതിനെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കുന്ന ഒരു രീതി ജാഹിലിയത്തിൽ നിലനിന്നിരുന്നു. അതുപോലെ ഹാം, ഒരു നിശ്ചിത എണ്ണം സന്താനങ്ങളുടെ പിതാവായിത്തീരുന്ന ഒട്ടകത്തെ ദൈവങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കി ഒഴിച്ചുവിടുന്ന ഒരു ഏർപ്പാട് അവർക്കിടയിൽ നിലനിന്നിരുന്നു. അപ്പൊ ഇത്തരത്തിൽ നിലനിന്നിരുന്ന നേർച്ച വഴിപാടുകൾ അത് അല്ലാഹു നിശ്ചയിച്ചതല്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വലാകിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ്. നിഷേധികൾ അല്ലാഹുവിന്റെ പേരിൽ നുണ ചമച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വഅക്സറുഹും ലാ യഅഖിലൂൻ. അവരിൽ അധികം ആളുകളും ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്താണ് മഹാനായ ഇമാം സാവി അദ്ദേഹം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയകാല മുഫസ്സിറുകൾ തന്നെ ഇന്ന് സമൂഹത്തിനിടയിൽ നടമാടുന്ന ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേർച്ച വഴിപാടുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ സാവി പോലും പറഞ്ഞിട്ടുണ്ട്, വമിസ്ലു ദാലിക ഫിൽ ഹുർമ മാ യഫ്അലുഹു ബഅ്ദു സുഫഹാഇൽ ലവാം. ഇന്ന് വിവേകമില്ലാത്ത വിവരദോഷികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ചില ആളുകൾ ചെയ്യുന്ന നേർച്ചയേർപ്പാട് ഹറാമിൽ ഈ ഹറാമിനെ പോലെ തന്നെയാണ്. മിൻ കൗനിഹിം യുർസിലൂന ഇജ്ലൻ ഔ ഷാതൻ. ആടിനെയോ കിടാവിനെയോ അവർ നേർച്ചയാക്കി അയക്കുകയാണ്. അലാ ഇസ്മി വലിയ്യിൻ മിനൽ ഔലിയ. ഏതെങ്കിലും ഒരു വലിയിന്റെ പേരിൽ ആടിനെയോ മാടിനെയോ നേർച്ചയാക്കി വിടുകയാണ്. എന്നിട്ട് തഅക്കുലു മിൻ അംവാലിന്നാസ്. ആ ആട് അല്ലെങ്കിൽ ആ കിടാവ് ആളുകളുടെ സ്വത്ത് പോയി തിന്നും. വലാ യതഅറദു ലഹാ അഹദുൻ. ഒരാടും അതിനെ തടയില്ല. കാരണം എന്താ? അത് മുഹീദ്ദീൻ ആടാ, അത് ഓമാനൂർ ശുഹദാക്കളുടെ ആടാണ്, അതല്ലെങ്കിൽ അത് ബദരീങ്ങളുടെ ആടാണ്. ഇങ്ങനെ ഈ ആടിനെ ഒരാളും തടയൂല. ഫൈദാ നസഉ ഇൻസാനുൻ. ഏതെങ്കിലും മനുഷ്യരവനെ ഉപദേശിച്ചാലോ വഖാല ലഹും ഇന്ന ദാലിക ഹറാം. ഇത് ഹറാമായ പണിയാണ്, ഇത് നിഷിദ്ധമായ ഏർപ്പാടാണ്. അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ. മഹാത്മാക്കളുടെ പേരിൽ നേർച്ചയാക്കി ഇത്തരത്തിലുള്ള വഴിപാടുകൾ ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അസാഉ ബിഹില്ലൻ, അവനെ ആളുകൾ തെറ്റിദ്ധരിക്കും. എന്നിട്ട് വഖാലു, അവർ പറയും ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയ, ഇവൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവനാണ്. ഇത് ആരാ പറയുന്നത്? അല്ലാമ സാവിയാണ്. ഫഇദാ ഇത്തഖദു അന്ന ദാലിക ഖുർബ വതാഅ. ഈ പ്രവർത്തനം ഇതൊരു പുണ്യകർമ്മമാണ്, ഇതൊരു വഴിപാടാണ് എന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറു, അവർ നിഷേധികളായി മാറും, അവരുടെ ഭാഗത്ത് നിന്ന് കുഫ്റുണ്ടാകും. വയില്ലാ ഫഹുവ മിൻ ജുംലത്തിൽ മുഹറമാത്ത്. അല്ലെങ്കിൽ അത് നിഷിദ്ധമായിട്ടുള്ള സംഗതികളുടെ ഗണത്തിൽ പെടും എന്നാണ് അല്ലാമ സാവി പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർഭാഗം നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള MLA സംസാരത്തിന് ശേഷം വിശദീകരിക്കാം. വിശുദ്ധ ഖുർആൻ ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന വിശ്വാസരംഗത്തുണ്ടായിരുന്ന അനാചാരങ്ങളെ, അത്യാചാരങ്ങളെ ശക്തമായി വിമർശിക്കുകയും വിശ്വാസരംഗത്തും മറ്റു മേഖലകളിലും അവരെ വിമലീകരിക്കുകയുമാണ് ചെയ്തത് എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ നിലക്കാണ് ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു നേർച്ചാ രീതി അല്ലെങ്കിൽ ഒരു വഴിപാട് രീതി അത് ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ടായപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആ ആയത്തിന് വ്യാഖ്യാനം നൽകിയ
പൂർവകാല പണ്ഡിതന്മാർ തന്നെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇന്ന് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള മഹാത്മാക്കളുടെ പേരിൽ നേർച്ചയാക്കി ആടുമാടുകളെ നേർച്ചയാക്കി വിടുന്ന ഏർപ്പാട് അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി ഖുർആൻ നമ്മൾ വായിച്ചു നോക്കിയാൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വളരെ ലളിതമായ ഉപമകളിലൂടെ അല്ലാഹു അവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ യോഗ്യൻ, പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യൻ എന്ന് വ്യക്തമാക്കുന്നതായി കാണാം. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു, ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഈ ഉദാഹരണം നിങ്ങൾ സാഗൂതം ശ്രദ്ധിക്കണം, എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു, അവർ ഒരു ഈച്ചയെ തന്നെ സൃഷ്ടിക്കുകയില്ല. അവർ എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ പോലും ഒരു ഈച്ചയെപ്പോലും പടയ്ക്കാൻ അവർക്ക് സാധിക്കുകയില്ല. മാത്രമല്ല വഇൻ യസ്ലുബുഹുമു ദുബാബു ഷൈഅൻ, ഒരു ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും കവർന്നെടുത്താലോ ലാ യസ്തൻകിദൂഹു മിൻഹു, അതിൽ നിന്ന് അതിനെ വീണ്ടെടുക്കാൻ അവർക്ക് സാധിക്കില്ല. ആൾ ദൈവങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു കൊതുക്, ഒരു തുള്ളി രക്തം അത് കവർന്നെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ, വീണ്ടെടുക്കാൻ ആൾ ദൈവങ്ങൾക്ക് സാധ്യമല്ല. മഹാത്മാക്കളുടെ ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അതുപോലെയുള്ള ആൾ ദൈവങ്ങളുടെയോ അതുപോലെ ദൈവത്തിന് പുറമെ, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന നൈവേദ്യങ്ങളിൽ നിന്നോ ഈച്ച എന്തെങ്കിലും ഒന്ന് കവർന്നെടുത്താൽ അത് വീണ്ടെടുക്കാൻ പോലും ആ ശക്തികൾക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ തേടുന്നവൻ എത്ര ദുർബലൻ, തേടപ്പെടുന്നവർ എത്ര ദുർബലൻ. അഥവാ അല്ലാഹു അല്ലാത്ത ആരെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് ഖുർആൻ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നത്. എന്നാൽ സമീപകാലത്ത് ചില ആളുകൾ പാളക്കിതാബുകൾ നിരത്തിക്കൊണ്ട് അവകാശപ്പെടുകയാണ്, അതും അന്ധവിശ്വാസത്തിൽ നിന്ന്, കൂടോത്ര മാരണ പിശാചുക്കളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ മോചിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിന്തലമുറക്കാരിൽപ്പെട്ട ചില ആളുകൾ അവർ രംഗത്ത് വരുന്നു. എന്നിട്ട് അവർ പറയുന്നു, പിശാചുക്കളെ പൂജിക്കുന്നവർ, പിശാചുക്കളെ ആരാധിക്കുന്നവർ, പിശാചുക്കളെ ആരാധിക്കുന്നവർക്ക് ആ ആരാധനയിലൂടെ പിശാചുക്കളെ പ്രീണിപ്പിക്കുമ്പോൾ അവർ അവരെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? എങ്ങനെ സഹായിക്കും? ചില അദൃശ്യമായ കാര്യങ്ങൾ അവർക്കറിയിച്ചു കൊടുക്കും. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായും വളരെ വ്യക്തമായിട്ടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഗൈബ് അറിയുന്നവൻ ആര് മാത്രമാ? അല്ലാഹ് മാത്രമാ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, ഖുൽ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറ ഇല്ലാ മാ ഷാ അല്ലാഹ്, എനിക്ക് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, അങ്ങനെ ഗൈബ് എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ എനിക്ക് വാരിക്കൂട്ടാൻ സാധിക്കുമായിരുന്നു. വമാ മസ്സനിയസു, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ പറയാ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ യാതൊരു ശക്തിക്കും ഗൈബ് അറിയുകയില്ല, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർ അറിയില്ല, എന്ന സംഗതി അവർ അറിയില്ല.
മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ ആളുകൾ വിളിക്കുന്നു, അവരോട് സഹായത്തിന് വേണ്ടി തേടുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ആരാധനകൾ സമർപ്പിക്കുന്നതിലൂടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടണമെന്നാണ്. അദൃശ്യമായ രൂപത്തിൽ ചില സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഖുർആൻ പറയുന്നു അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതെന്നാണെന്ന് വരെ അവർ അറിയുകയില്ല. ആ ഒരു വിശ്വാസ ജീർണതയെ ചോദ്യം ചെയ്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിൻതലമുറക്കാരിൽപ്പെട്ട ചില ആളുകൾ ഇപ്പോൾ പറയാ, ഒരാൾ കൂടോത്രം നടത്തുന്നു അല്ലെങ്കിൽ മാരണം ചെയ്യുന്നു, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആ കൂടോത്രക്കാരൻ, മാരണക്കാരൻ പിശാചുക്കളെ പൂജിക്കുമ്പോൾ, പിശാചുക്കളെ ആരാധിക്കുമ്പോൾ, ആ പിശാചുക്കളെ ആരാധന നടത്തുന്നതിലൂടെ, പിശാചുക്കളെ പ്രീണിപ്പിക്കുന്നതിലൂടെ ആ പിശാചുക്കൾ ചില ഗൈബിയായ കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുക്കും, അയാളെ സഹായിക്കും. എന്നാൽ പിശാചുക്കൾക്ക്, ജിന്നുകൾക്ക് അത്തരത്തിലുള്ള ഗൈബിയായ കാര്യങ്ങൾ അറിയുമോ? ഇല്ല. ഇതുപോലെയുള്ള വാദമുഖങ്ങൾ പിൽക്കാലഘട്ടത്തിലും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാകാം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആ സംഗതി വിശദീകരിച്ചിട്ടുണ്ട്. ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത്ത്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നാം മരണം നിശ്ചയിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു എന്ന വിവരം ആ ജിന്നുകളെ അറിയിച്ചു കൊടുത്തത് ആരാ അറിയിച്ചു കൊടുത്തത്? ചിതല്. എങ്ങനെയാണ്? തഅക്കുലു മിൻ സഹതഹു, ചിതൽ അദ്ദേഹത്തിന്റെ ഊന്നുവടി തിന്നുന്നു. ഫലമ്മാ ഖറ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നിൽക്കുക, ജിന്നുകൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക. ജിന്നുകളെ അത്തരത്തിൽ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ മൊയ്ജിസത്ത് അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ജിന്നുകൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ട വിവരം അവരറിയാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഊന്നുവടി വീഴുമ്പോഴാണ് തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് ബോധ്യമായത്, അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ്, അവർ അദൃശ്യമായ സംഗതികൾ അറിയുമായിരുന്നുവെങ്കിൽ മാ ലബിസൂ ഫിൽ അദാബ്, ഈ ഗതികേടിൽ അവർ അകപ്പെടുമായിരുന്നില്ല എന്ന്. ഈ ദയനീയമായിട്ടുള്ള ശിക്ഷയിൽ അവർ നിലകൊള്ളേണ്ടി വരുമായിരുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്? ചെതല് ആ ഊന്നുവടി തിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീഴുമ്പോഴാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളുടെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം മരിച്ച വിവരം അവരറിയുന്നില്ല. എന്നിട്ടാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് കൂടോത്രക്കാരനും മാരണക്കാരനും ജിന്നുകളെ സേവിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ചില അല്ലറ ചില്ലറ അദൃശ്യമായ സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കുമെന്ന്. മഹാത്മാക്കൾ, മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ, അവർക്ക് നേർച്ച വഴിപാടുകൾ പോലെയുള്ള ഇബാദത്തുകൾ സമർപ്പിക്കുന്നതിലൂടെ അവരിൽ നിന്ന് ഉപകാരം കിട്ടും എന്ന് വിശ്വസിക്കുന്നവരും, അതുപോലെ തന്നെ പിശാച് സേവയിലൂടെ, പിശാച് പൂജയിലൂടെ, പിശാചിന് ആരാധന നടത്തുന്നതിലൂടെ മാരണക്കാരന് സഹായം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഏതൊരു കുട്ടിക്കും മനസ്സിലാകില്ലേ ഇത് രണ്ടും ഒന്നെന്നാണെന്ന്? അത് കുഫ്റാണ്, അത് ശിർക്കാണ്. ഇത്തരത്തിലുള്ള മാരണത്തിനും കൂടോത്രത്തിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച സമുദായത്തിന്റെ പിൻതലമുറക്കാരാണ് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സങ്കടകരമായിട്ടുള്ളത്. ആകാശഭൂമികളെ പടച്ചത് ആരാണെന്നവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളയാണെന്ന്, മുശ്രിക്കുകൾ പറയും. പക്ഷേ ഇന്ന് മുദബ്ബിറുൽ ആലം ആരാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ചില സുഹൃത്തുക്കൾ പറയും അത് CM മടവൂരാണ് എന്ന്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകളോട് മുദബ്ബിറുൽ ആലം ആരാണെന്ന് ചോദിച്ചാൽ, ആകാശഭൂമികളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണെന്ന്. അന്ന് മക്കയിലെ മുശ്രിക്കുകൾ അപകടങ്ങളിൽപ്പെട്ട്, വലിയ കൊടുങ്കാറ്റിലകപ്പെട്ട്, കപ്പലിനകത്ത് കൊടുങ്കാറ്റിലകപ്പെട്ട് അവർ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തിയാൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ അല്ലാഹ് എന്നാ വിളിച്ചത്. പക്ഷേ ഇന്ന് നമ്മുടെ ആളുകൾ
സങ്കടഘട്ടങ്ങളിൽ അല്ലാഹുവിനെ വിട്ട് മഹാത്മാക്കളിലേക്ക് തിരിയുകയാ. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അദാഇ ബിൽ മദദി ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാക ഫഅൻത ബാലികുഹു സുൽത്താന കുല്ലി വലി യാ മുഹിയദ്ദീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമൂഹം മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുല്ലാഹുവിനെ വിളിച്ചിട്ടാണ് പറയുന്നത്. അങ്ങൻ്റെ അവലംബമാണ്, സഹായമാണ്. ശത്രുക്കൾക്കെതിരിൽ അങ്ങനെ സഹായിക്കണം. ബസിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു, അങ്ങ് സഞ്ചരിക്കുന്ന ആ പാതയിൽ എൻ്റെ ഹൃദയത്തിന് വെളിച്ചം തരണം, എനിക്ക് ഹിദായത്ത് നൽകണം. ഫല്ലാഹു അഅതാക, അത് അല്ലാഹു അങ്ങക്ക് നൽകിയിരിക്കുകയാണ്. ഫഅൻത മാലികുഹു, എന്ന് മാത്രമല്ല ആ ഹിദായത്തിന്റെ ഉടമസ്ഥനാണ് താങ്കൾ. നഊദു ബില്ലാഹ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ എത്ര ഉപകാരപ്പെട്ട വ്യക്തിത്വമായിരുന്നു അബൂ താലിബ്. ആ അബൂ താലിബ് ഒന്ന് ഹിദായത്തിലായിരുന്നെങ്കിൽ എന്ന് നബി എത്ര കൊതിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്തഹു, നീ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ നിനക്ക് സാധിക്കില്ല. ഹിദായത്തിന്റെ മാലിക് എന്ന് പറയുന്നത് അല്ലാഹുവാണ്. പക്ഷേ ഖുതുബിയത്തുകാരൻ പറയുകയാണ്, ഷെയ്ഖ് മുഹിയുദ്ദീനെ, അങ്ങ് ഹിദായത്തിന്റെ മാലിക്കാണ്, അതുകൊണ്ട് എനിക്ക് ഹിദായത്ത് നൽകണം. അതെ, സകലമാന നാശത്തിന്റെയും തിന്മയുടെയും കേദാരമായിട്ടുള്ള ആ നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം ശൈഖ് അവറുകളെ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞതെന്താ? സലീനി മാ ശിഅ്തി, മോളെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിച്ചോ, നിന്റെ ഉപ്പായുടെ കഴിവിൽ നിന്നുകൊണ്ട് നൽകാൻ കഴിയുന്നത് നൽകാം. പക്ഷേ വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ വഅൻകി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ തടിയെ നീ സലാമത്താക്കിക്കൊള്ളണം, നീ രക്ഷപ്പെടുത്തിക്കൊള്ളണം. നിനക്ക് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും നേടിത്തരാൻ നിന്റെ ഉപ്പയ്ക്ക് കഴിയില്ല എന്നാ പറഞ്ഞേ. വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡനമാകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മാലകളിലും മൗലൂദുകളിലും മുസ്ലിം സമുദായം ഇന്നും അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ചില ആളുകൾ ഇതിൽ നിന്ന് ഈ സമുദായത്തിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുത്ത, പരിശ്രമിച്ച, വയലു പറഞ്ഞ, അടികൊണ്ട, കല്ലേറുവാകിയ ആളുകൾ, മാരണത്തിൽ നിന്നും കൂടോത്രത്തിൽ നിന്നും ഈ സമുദായത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച പണ്ഡിതന്മാരുടെ, നേതാക്കന്മാരുടെ, മുവക്കിദുകളുടെ, മുസ്ലിഹുകളുടെ, ഇസ്ലാഹി നേതാക്കന്മാരുടെ പിൻതലമുറക്കാരിൽപ്പെട്ട ചില ആളുകൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് തെളിവുണ്ടാക്കുന്ന പണിയിലാണ്. അള്ളാഹു കാക്കട്ടെ. മഹാനായ ശൈഖ് അവറുകൾ അദ്ദേഹത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞത്, മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജ വരുന്നില്ലേ? വലക അൽഫ് മഅബൂദിൻ ഗൈറു, ആയിരക്കണക്കിന് മഅബൂദിനെ, ആരാധ്യരെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തുബിലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അൻത ഫീഹി, നിങ്ങൾ നിലകൊള്ളുന്ന സകലമാന അന്ധവിശ്വാസങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങണമെന്നാണ് ഫതുഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം. ലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോടൊപ്പം ഒരാളെയും നീ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പള്ളിയാക്കി മാറ്റണം നിന്റെ മനസ്സെന്നാ പറഞ്ഞത്. കമാ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചപേക്ഷിക്കുവാൻ പാടില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു മതിയായവനല്ലേ? പോരെ. വയുഖവിഫൂനക ബില്ലദീന മിൻ ദൂനി, അല്ലാഹ് അല്ലാത്ത പലരെയും കൊണ്ട് അവർ നിന്നെ പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നത് നേർച്ചക്കാരുടെ കുരുത്തക്കേടുണ്ടാകുമെന്നാണ്.
ഇപ്പൊ ചില ആളുകൾ പറയുന്നത് കൂടോത്രക്കാരൻ, മാരണക്കാരൻ, അവൻ മാരണം ചെയ്തു കഴിഞ്ഞാൽ, പിശാചിനെ പൂജിച്ചു കഴിഞ്ഞാൽ, ആരാധിച്ചു കഴിഞ്ഞാൽ, പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ, ആ ഇബാദത്തെടുക്കുമ്പോ പിശാച് ഹാളിറായിട്ട് അവന് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന. എവിടെ എത്തി നിൽക്കുന്നു? ഉൽപ്പതിഷ്ണുക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു? സമൂഹത്തിന് മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കുമ്പോൾ, അവക്ക് തെളിവ് കണ്ടുകെട്ടുമ്പോൾ, അല്ലെങ്കിൽ അവക്ക് വേണ്ടിയുള്ള തെളിവുകൾ കണ്ടെത്തുന്ന അന്വേഷണത്തിലായി പാളക്കിതാബുകളിൽ അഭയം തേടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ബാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഈ യൻസുറുക്കുമുള്ള ഫലഗാലിബലക്കും, നമ്മളിൽ ഉണ്ടാകേണ്ട വിശ്വാസത, അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അല്ലാഹു നിങ്ങളെ കൈവിടുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ സഹായിക്കാൻ ആർക്കാ കഴിയാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ മാത്രമായിരിക്കണം സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. അല്ലാഹു തുറന്നിട്ട കാരുണ്യത്തിന്റെ വാതായനങ്ങൾ കൊട്ടിയടക്കാൻ ഒരാൾക്ക് കഴിയില്ല. അല്ലാഹു കൊട്ടിയടച്ച അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും നമസ്കാരം നിർവഹിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നത്, നീ തടഞ്ഞതിനെ കൊടുക്കാനോ നീ കൊടുത്തതിനെ തടയാനോ ഒരാൾക്ക് സാധ്യമല്ല. ഇത്തരത്തിലുള്ള ഒരു യഖീൻ, ഒരു വിശ്വാസമാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽം ഉലൈക ലഹുമുൽ അംൻ. ലവലേശം ശിർക്ക് കലരാത്ത, ലവലേശം ശിർക്ക് കടന്നു വരാത്ത തരത്തിലുള്ള ശുദ്ധമായ തൗഹീദ്, ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിർഭയത്വം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സുരക്ഷയുണ്ടാകും, സൂക്ഷ്മതയുണ്ടാകും. ലിബറലിസത്തിന്റെ അതിവാദം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേ, ഉദാരമായിട്ടുള്ള ലൈംഗികതയുടെ പ്രചാരണങ്ങൾ, ക്യാമ്പസുകൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കളിൽ നമ്മൾ പകർന്നു കൊടുക്കേണ്ട ധർമ്മബോധം അല്ലാഹുവിനെ കുറിച്ച് പ്രമാണബദ്ധമായിട്ടായിരിക്കണം, യുക്തിഭദ്രമായിട്ടായിരിക്കണം. അതാണ് ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, ഇന്നഹാ ഇൻദകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ അത്രയാണ് നീ ചെയ്യുന്ന സംഗതികളെങ്കിലും, ഫൽതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്, അതേതെങ്കിലും കരിമ്പാറക്കെട്ടുകളിലാകട്ടെ, ആകാശഭൂമികളുടെ ഏതെങ്കിലും കോണുകളിലാകട്ടെ, അല്ലാഹു അത് ഹാജരാക്കുക തന്നെ ചെയ്യും. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പലതും മറപ്പിച്ചു വെക്കാൻ സാധിക്കും, പക്ഷേ അല്ലാഹുവിൽ നിന്നൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുകയില്ല. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ ഒളിഞ്ഞു നോട്ടത്തെ, മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളെ അവനറിയും. ഇത്തരത്തിൽ പ്രപഞ്ചനാഥനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി അവന്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മളുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ സൂക്ഷ്മതയുണ്ടാകുന്നു, ഭയഭക്തിയുണ്ടാകുന്നു, ആത്മധൈര്യമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. തൗഹീദിലൂടെ മാത്രമേ സമാധാനപൂർണമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള, ഭദ്രമായിട്ടുള്ള ഒരു കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും സാധ്യമാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും സമൂഹത്തിൽ അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട സമയമാണിത്. അതിന് നാം ഉണർന്ന് ഇറങ്ങുക എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സുഹൃതങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.